കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മുത്തശ്ശി കാര്യം എന്താന്ന് വെച്ചാ പറ. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ? അവള് വിവരമില്ലാത്ത കൊച്ചുകുട്ടിയാ. അറിയാപ്രായത്തിൽ ഒരു ചെറിയ തെറ്റ് ചെയ്തതിന് വലിയ എന്തോ കുറ്റം ചെയ്ത പോലെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ മോനെ. പാവം എവിടെയാണോ എന്ത് കഷ്ടതയിലാണോ. ഇവിടെയുള്ളവരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ദേവാ, നീ വേണോ ഈ മുത്തശ്ശിയെ സഹായിക്കാൻ? ശ്രേയ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഒന്ന് കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്ക. എന്തു പറ്റി മോനെ? ഞാൻ പറയുന്നൊന്നും കേട്ട ഭാവം പോലും ഇല്ലല്ലോ. അല്ല, ഒരു വലിയ കുഴിയെടുക്കാനുള്ള സ്ഥലം നോക്കിയതാ. ഇവിടെ എവിടെയെങ്കിലും അതിനുള്ള ഏരിയ ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു കുഴി എന്തിനാണ് മോനെ? മുത്തശ്ശിനെ കുഴിയിലിട്ടങ്ങ് മൂടാനായി. മോനെ എന്താ? അല്ലാതെ എന്താ ചെയ്യാ? നടക്കാത്ത കല്യാണം നടന്നു എന്നും പറഞ്ഞ് എന്റെ ജീവിതം വെച്ച് കളി മുഴുവൻ കഴിഞ്ഞിട്ട് എന്റെ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയ ശ്രേയയെ ഞാൻ തന്നെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ നിങ്ങളെ കുഴിച്ചു മൂടല്ലാതെ എന്താ ചെയ്യാ? എന്താ മോനെ ഇവിടെ ഒരു ബഹളം? ഹേയ്, പ്രത്യേകിച്ചൊന്നുമില്ലമ്മേ. പാവ ഈ മുത്തശ്ശി ശ്രേയയുടെ കാര്യം ഓർത്ത് ആകെ വിഷമത്തിലാ. അവളെ ഒന്ന് കണ്ടുപിടിക്കാൻ എന്നോട് പറയായിരുന്നു. അമേരിക്കയിലൊക്കെ പോയിട്ട് വലിയ ബിസിനസ്സും പഠിച്ച് വന്ന ആളായതുകൊണ്ട് അതിന്റെ വിവരം ഉണ്ടാവുമെന്ന് എനിക്കൊരു വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയും അമ്മൂമ്മയും മക്കളും എല്ലാരും കൂടെ എന്നെ കോമാളി വേഷം കെട്ടിച്ചില്ലേ. എന്നിട്ടും ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അതൊക്കെ അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണെന്ന്. അതിനിടയ്ക്ക് ഈ മുത്തശ്ശി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കാണാതായതുപോലെ അവളെ കണ്ടുപിടിച്ച് താ മോനെ എന്ന് പറഞ്ഞു വരിക. ഇപ്പോഴും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ തന്നെ ശ്രേയെ കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണെന്നിരിക്കട്ടെ, പിന്നെ എന്നെ പോലൊരു മണ്ട ശിരോമണി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെയല്ലേ അമ്മ എന്നോട് എല്ലാരും കാണിച്ചത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോഴാണോ തെറ്റ്? ഇനിയിപ്പൊ ഞാൻ ഒരു മരമണ്ടനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞേക്ക്. സാരമില്ല, ഞാൻ തന്നെ പോയി പിടിച്ചോണ്ട് വന്നോളാം. അതൊന്നും വേണ്ട മോനെ. അമ്മ എന്തോ വിവരക്കേട് പറഞ്ഞെന്ന് കരുതി അമ്മ ഇന്ന് അകത്തേക്ക് വന്നേ. ഈ വീട്ടിൽ ഓരോരുത്തരും തകർത്ത് അഭിനയിക്കുകയാണല്ലോ. ഇത് വീടൊന്നും അല്ലേ, ഒരു ചവിട്ട് നാടകത്തിന്റെ കോട്ട പോലുണ്ട്. മച്ചാൻ എന്താ തന്നെ ഓരോന്ന് പറയുന്നേ? എപ്പോഴും തമാശ പറയുകയും ചിരിക്കുകയും ചെയ്യുന്ന മച്ചാൻ ഇപ്പൊ ഞാൻ മിണ്ടിയിട്ടും എന്നോട് മിണ്ടാത്തെന്താ? ഓ, മിണ്ടുന്നില്ലെന്നാണോ? വാ, നിന്നോട് ഞാൻ ശരിക്കൊന്നും മിണ്ടട്ടെ. എടാ ജൂനിയർ നാടക കമ്പനി, ശരിക്കും നിന്റെ ചേച്ചീനെ അല്ല നിന്നെയാണോ അത് ശരിയാക്കണം. അവിടെ നിക്ക, അവിടെ ആഹാ കാണിച്ചു തരാം നിന്നെ. ഇവിടെ വന്നേ. മച്ചാനെ വേണ്ട മച്ചാനെ. അവിടെ നിന്ന് അനങ്ങിപ്പോകരുത്. വേണ്ട മച്ചാനെ. എവിടേക്ക് നീ ഓടിപ്പോന്നേ? മച്ചാനെ ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇത് ദേഷ്യമല്ലടാ, ഭ്രാന്താണ്. നിന്റെ ചേച്ചി ഉണ്ടല്ലോ, മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് എല്ലാം മറച്ചു വെച്ചപ്പോ നിന്റെ ചേച്ചി നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്ന് പറഞ്ഞോണ്ടാണല്ലോ നീയും എന്നെ ചതിക്കാൻ കൂട്ടു നിന്നേ. ഞാൻ എന്ത് ചെയ്യാനാ മച്ചാനെ? എല്ലാം അങ്ങനെയൊക്കെ അങ്ങ് നടന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചേച്ചിയും മച്ചാനെ സ്നേഹിച്ചത് സത്യമായതുകൊണ്ടല്ലേ ഇപ്പൊ രണ്ടുപേർക്കും ഒന്നിക്കാൻ പറ്റിയേ. അപ്പൊ സന്തോഷിക്കുന്നതിന് പകരം എന്തിനാ മച്ചാൻ ഈ ദേഷ്യം? എന്തിനാന്നോ? നീ എന്റെ അടുത്തേക്കൊന്ന് വന്നേ, അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തിനാണെന്നുള്ളത്. മച്ചാനിന്റെ അടുത്തേക്ക് വരല്ലേ? ഞാനും അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ മതി. അവിടെ നിക്കേ, അവിടെ നിക്കേ. വേണ്ട മച്ചാനെ. എല്ലാരും കണക്കാ, എല്ലാരും ഡ്രാമ കമ്പനിയാ. നമസ്കാരം മന്ത്രിയമാനെ, വിളിച്ചു എന്നറിഞ്ഞു. ഒരു കാര്യം പറയാനായിരുന്നു.
എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നീ കൺഫ്യൂഷനിലാണെന്ന് അറിഞ്ഞു. അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാന്ന് കരുതി. ഒന്നുമല്ല, നീ നിന്റെ വല്യച്ഛനെ തന്നെ കത്തിയെടുത്ത് കുത്തിയെന്നറിഞ്ഞു. പക്ഷെ ആ കത്തിയിലുള്ളത് നിന്റെ ഫിംഗർ പ്രിന്റ്സ് അല്ലാത്തതിലുള്ള ഷോക്കിലുമാണെന്ന് അറിഞ്ഞു. ഞാനങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഷോക്കടിച്ച് നിൽക്കണ്ട. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. നീ പേടിക്കണ്ട. നിന്നെ ഭീഷണിപ്പെടുത്താനോ വാണിംഗ് ചെയ്യാനോ വേണ്ടിയല്ല ഞാൻ വിളിച്ചത്. ആ കത്തിയിൽ നിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടാവില്ല. അതിന് കാരണം അതൊരു ഡ്യൂപ്ലിക്കേറ്റ് കത്തിയാ. നീ ഉപയോഗിച്ച ശരിക്കുള്ള കത്തി എന്റെ കൈവശമുണ്ട്. ഇത് തന്നെയല്ലേ? ഞാനിത് സൂക്ഷിച്ചു വെച്ചോളാന്നേ. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അറിയാം സർ. ഞാനിപ്പോ സാറിന് എന്താ ചെയ്യണ്ടേ? നീ തൽക്കാലം എനിക്കൊന്നും ചെയ്യണ്ട. വീട്ടിലോട്ട് ചെല്ല്. തൽക്കാലം കത്തി ഒന്നും എടുക്കാൻ ശ്രമിക്കാതെ കുറച്ച് നല്ലവനാകാൻ നോക്ക്. ആവശ്യം വരുമ്പോ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോളാം. ശരി സർ. എന്നാ ചെല്ല്. ശ്രേയ നിങ്ങളുടെ മോള് തന്നെയല്ലേ? എന്റെ അടുത്തുനിന്ന് ഒരു 5 ലക്ഷം ഉറുപ്പ്യ മേടിച്ചിട്ട് പലിശ തന്നിട്ടില്ല, മുതലും തന്നിട്ടില്ല. എന്താ മോളെ വൈദേഹി, ഇരിക്കും മോളെ. എന്തു പറ്റി മോളെ? നിനക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? അച്ഛന്റെ മോളെ ജീവിച്ചത് എത്രയോ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത പുണ്യോ. ഇന്ന് വരെ ജീവിതത്തിൽ ഞാൻ ഒരു കുറവ് അറിഞ്ഞിട്ടില്ല. അത്രയേറെ സ്നേഹത്തോടെയല്ലേ അച്ഛൻ എന്നെ വളർത്തിയെ. എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഓരോ സന്തോഷത്തിന്റെയും കാരണം അച്ഛൻ മാത്രം. മോൾ എന്തിനാ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? മക്കളെ സ്നേഹിക്കേണ്ടതും അവർക്ക് സന്തോഷിക്കാനുള്ളത് ഒരുക്കി കൊടുക്കേണ്ടതും ഓരോ അച്ഛന്റെയും കടമയാ. സ്വന്തം മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എവിടുന്നോ കിട്ടിയൊരു അനാഥയ്ക്ക് ആശ്രയം നൽകുക മാത്രമല്ല അത്. സ്വന്തം മോളെക്കാളും ഒത്തിരി വലിയ നിലയിലല്ലേ അച്ഛൻ എന്നെ വളർത്തിയെ. അത് അച്ഛനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇനിയുള്ള ജന്മങ്ങളിലെല്ലാം അച്ഛന്റെ അമ്മയായിട്ട് ജനിച്ചാലും ഈ കട ഒരിക്കലും എനിക്ക് തീർക്കാൻ പറ്റില്ല. അനാഥയോ? നീ എങ്ങനെ അനാഥയാകും? നിന്നെ അന്നീ കൈകൊണ്ടെടുത്ത നിമിഷം മുതൽ നീ എന്റേതാ. എന്റെ സ്വന്തം മോള് തന്നെയാ. അതിരിക്കട്ടെ, 20 വർഷം നിന്നെ വളർത്തിയിട്ടും ഇന്ന് വരെ അനാഥ എന്നൊരു വാക്ക് നീ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴെന്താ മോളെ ഇങ്ങനെ? ഇത്രയും നാളും ഞാൻ അച്ഛന്റെ സംരക്ഷണത്തിൽ മാത്രമാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അനാഥയാണെന്നൊരു തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് പലർക്കും ഞാൻ ആർക്കുണ്ടായതാണെന്ന് അറിയണം. അവരെല്ലാവരും എന്നെ അനാഥയായിട്ടാ കാണുന്നത്. ഇത്രയും നല്ലൊരു കുടുംബം ഉണ്ടായിട്ടും എല്ലാവരും എന്നെ അനാഥ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ പ്രാണം പോകുന്ന പോലത്തെ വേദന ഉണ്ടാവുന്ന അച്ഛ. ആ വേദനയൊക്കെ അവിടെ ഇരിക്കട്ടെ അച്ഛ. പക്ഷെ ഇന്ന് എന്റെ ജന്മരഹസ്യം ഞാൻ കയറി ചെന്ന വീടിന് കളങ്കായിരിക്കാം. പലരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്റെ ദേവേട്ടന്റെ അച്ഛനും അമ്മയും വാക്കുമുട്ടി നിൽക്കേണ്ടി വരുന്ന അച്ഛ.
സത്യത്തിൽ ഞാൻ ആരാ അച്ഛ? എവിടുന്നാ എന്നെ കിട്ടിയത്? എന്റെ അച്ഛനും അമ്മയും ആരായിരിക്കും? എന്റെ ജനനത്തിന്റെ രഹസ്യം എന്താവും? എനിക്കറിയില്ല മോളെ, അങ്ങനെയുള്ള ഒരു കാര്യം എനിക്കറിയില്ല. ഒരു ദിവസം അമ്പലം പോയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആ പടിക്കെട്ടിൽ നീ കിടപ്പുണ്ടായിരുന്നു. ഒത്തിരി കാലമായി മക്കളുണ്ടാകാതിരുന്ന എനിക്ക് നിന്നെ കണ്ട നിമിഷം ദൈവം തന്ന പ്രസാദമായിട്ടാ തോന്നിയത്. അതുകൊണ്ട് തന്നെ ആരുകൊണ്ടിട്ടതാണെന്നോ ആർക്കുണ്ടായതാണെന്നോ അറിയണമെന്ന് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിപ്പോ അത് അറിയണോ അച്ഛാ? കൊട്ടാരം വീട്ടിലേക്ക് കൈ നിറയെ സമ്പത്തുമായിട്ട് കയറി ചെന്നില്ലെങ്കിലും അവരുടെ അന്തസ്സിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഒന്നിനും ഒരു തരത്തിലും ഞാനൊരു കാരണമാവരുത്. ഇപ്പൊ ആ വീട്ടിലുള്ളവർക്കും അങ്ങോട്ടേക്ക് വരുന്നവർക്കെല്ലാം ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയെങ്കിലും എനിക്ക് ജന്മം തന്നത് ആരാണെന്ന് എനിക്ക് അറിയണം. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതൊക്കെ എന്നെ അന്വേഷിച്ച് കണ്ടെത്തിയനെ. എന്നാൽ ഇപ്പോഴും നമുക്ക് സമയമുണ്ട്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പക്ഷേ എന്താ പക്ഷേ? നിന്റെ സ്വന്തം അച്ഛനും അമ്മയും കിട്ടിയുടൻ ഈ അച്ഛനെ നീ മറന്നു കളയില്ലല്ലോ മോളെ. എന്റെ മാതാപിതാക്കൾ ആരാന്നറിയാൻ ശ്രമിച്ചത് കൊട്ടാരം വീടിന്റെ അന്തസ്സ് രക്ഷിക്കാൻ വേണ്ടിയാ. പക്ഷെ ഈ അച്ഛനാണ് എന്റെ ജീവൻ, എന്റെ എല്ലാം എല്ലാം. എനിക്ക് ജന്മം തന്നവരാണെങ്കിലും അതിന് വഴിയൊരുക്കിയ ദൈവമാണെങ്കിലും എല്ലാവരും അച്ഛന് ശേഷം മാത്രമേ ഉള്ളൂ. അമ്മേ, വേദന എങ്ങനെയുണ്ട്? ടാബ്ലറ്റ് എന്തെങ്കിലും തരട്ടെ? ഇപ്പൊ അതൊന്നും വേണ്ട കൗസല്യേ, നല്ല കുറവുണ്ട്. ഊർമിളെ കുറിച്ച് ആലോചിക്കായിരുന്നു അമ്മേ. ദിവസം ചെല്ലുന്തോറും അവളുടെ പ്രവൃത്തികള് സഹിക്കാനാവാതായിരിക്കാം. ഭർത്താവിനോട് സ്നേഹവുമില്ല, മുതിർന്നവരോട് ബഹുമാനവുമില്ല. അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാഞ്ഞിട്ടല്ല, പിന്നെ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ടേ. കൗസല്യേ, ദേവനും വൈദേഹിയും വരുന്നുണ്ട്. ഇക്കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. നിങ്ങളിങ്ങ് എത്തിയോ? ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടന്നോ? നന്നായി നടന്നുമേ. നിന്റെ മുഖം എന്താ വല്ലാതെ? ഒന്നുമില്ല, ക്ഷീണം കൊണ്ടായിരിക്കും. എന്തു ഇതെന്താ? നെറ്റിയിൽ എന്താ പറ്റേ? എന്താ ഉണ്ടായേ? ഒന്നും പറ്റിയില്ലേ ദേവ, ചെറിയൊരു മുറിവാ. ചെറുതോ വലുതോ ആവട്ടെ, ഈ മുറിവുണ്ടായ എങ്ങനെയാന്ന് ചോദിച്ചേ. എന്താ പറ്റിയെന്ന് പറ. ദേവാ, പടി ഇറങ്ങി വന്നപ്പോ കാലൊന്ന് വഴുതിയതാ. റെയിലിന്റെ അറ്റത്ത് തലമുട്ടി. നോക്കി നടക്കണ്ടേ എന്തു? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. വാ, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാം. എനിക്ക് ഇതാ ഇപ്പൊ നന്നായേ.
ICUയിൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷനും കൂടെ ചെയ്യിക്ക്. ഒരു ചെറിയ മുറിവല്ലേടാ ഇത്. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വിളിച്ചോണ്ട് പോകാൻ ഇവനെ. രക്ഷപ്പെട്ടു. നീ അത് കണ്ടല്ലോ, ഒട്ടിച്ചിരിക്കുന്നത് കണ്ടത് ഓൻ പേടിച്ചു പോയി. കാരണം അറിഞ്ഞാ പിന്നെ വെച്ചേക്കില്ല. നീ അതും ഇതൊന്നും ചിന്തിക്കണ്ട. കഴിഞ്ഞെന്ന് കരുതി ഇങ്ങ് വിട്ടുകളാ. ഇതങ്ങനെ അങ്ങ് വിടാൻ പറ്റുമേ? ഇന്ന് കോഫി കപ്പ് തല്ലി പൊട്ടിച്ചവള് നാളെ എന്തു ചെയ്യുന്ന ആർക്കറിയാം. അത് നെറ്റി കൊണ്ടുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു. അത് കണ്ണിലോ മറ്റോ ആയിരുന്നെങ്കിൽ അവൾ ഇനി ഇങ്ങനെ വിട്ട ശരിയാവില്ലമ്മേ. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവള് തന്നെ കാരണം. അപ്പൊ ഇത് ഊർമിളയെടുത്ത് തന്ന പണിയാണല്ലേ? അപ്രതീക്ഷിതമായി പറ്റിപ്പോയതല്ലേടാ ദേവ. അപ്രതീക്ഷിതമായിട്ടാണോ അഹങ്കാരം കൊണ്ടാണോ എന്ന് ഇത് കാണുമ്പോ തന്നെ അറിയാൻ. ഊർമിളയെടുത്തി ദേവ, പ്രശ്നമാക്കണ്ടടാ. ഊർമിളയെടുത്തി ദേവ, നീ ഒന്നും ചോദിക്കണ്ട. എന്തിനാ നീ ഇപ്പൊ അവളെ ഇങ്ങോട്ട് വിളിക്കുന്നേ? ഊർമിളയെടുത്തി ഒന്ന് ഇവിടെ വന്നേ. എന്താ ദേവ, എന്തിനാ കിടന്ന് ഒച്ച വെക്കുന്നത്? എന്തായത്? ഇന്ദുവിന്റെ മുഖത്തേക്ക് കോഫി കപ്പ് വലിച്ചെറിഞ്ഞ എന്തിനാ? ദേവ പറയുന്ന കേക്ക്. എന്താ ഞാൻ കേക്കണ്ടേ? ഇതുവരെ നാക്കുണ്ടായിരുന്നു, ഇപ്പൊ പ്രവൃത്തി ഉണ്ടായോ? മൂത്തവരെ ഒന്ന് ബഹുമാനിക്കാന്നുള്ള ചിന്ത പണ്ടേ ഇല്ല നിങ്ങൾക്ക്. ഇപ്പൊ പുതിയതായിട്ട് ദേഹോപദ്രവം തുടങ്ങിയിരിക്കുക. കോഫി കപ്പ് വലിച്ചെറിയല്ലേ? ഹലോ മിസ്റ്റർ ദേവൻ, വെറുതെ കിടന്ന് ചാടിയിട്ട് കാര്യമില്ല. നടന്ന സംഭവം എന്താന്ന് ആദ്യം ചോദിച്ചു മനസ്സിലാക്ക. ഞാൻ വേണമെന്ന് പറഞ്ഞ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞൊന്നും അല്ല. തറയിലോട്ട് വലിച്ചെറിഞ്ഞപ്പോ ഒരു ചില്ല് ചെന്ന് കുത്തിപ്പോയി. ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. നിങ്ങൾ എന്റെ ഏട്ടന്റെ ഭാര്യയായിട്ട് കയറി വന്നതും കൊട്ടാരം വീടിന്റെ മരുമകളായതുവാ ഏറ്റവും വലിയ ആക്സിഡന്റ്. മോനെ ദേവ, മോൻ വീട്ടിലോട്ട് കയറി വന്നതും കൊളുത്തി കൊടുത്തിട്ട് അവനെ കൊണ്ട് വായി തോന്നിയതെല്ലാം പറയിപ്പിക്കുകയും ചെയ്തിട്ട് ഒടുവിൽ എന്തൊരു അഭിനയമാണ് എൻ്റെ അമ്മേ. എല്ലാം നാടകം. നാടകോ? ആരെവിടെ നാടകം കളിക്കുന്നേ? നിന്റെ നാക്കിന്റെ ചൊറിച്ചിലൊന്നും മാറ്റിയിട്ട് മൂത്തവരെ ബഹുമാനിക്കണമെന്ന് മാത്രമേ അവനും പറഞ്ഞുള്ളൂ. അതിനു മുമ്പ് മറ്റുള്ളവരുടെ സ്ഥാനം അറിഞ്ഞ് സംസാരിക്കാൻ മകനോട് പറഞ്ഞു കൊടുക്ക. എന്നെ ഉപദേശിക്കാൻ എന്തൊരു കൗതുകോ. ഒന്നുമല്ലെങ്കിലും ഏട്ടത്തിയമ്മയാണെന്നുള്ള ചിന്തയെങ്കിലും ഇവനുണ്ടോ? അല്ലെങ്കിലും ദേവനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ വീട്ടിലെ പണിക്കാർക്ക് പോലും എന്നോടൊരു വിലയില്ലല്ലോ. ദേ നിൽക്കുന്നു 2 ദിവസം മുമ്പ് കയറി വന്നവള്. ഇവൾക്ക് ഇവിടെ കൊടുക്കുന്ന വിലയുടെ 100-ൽ1 അംശമെങ്കിലും എനിക്ക് തരുന്നുണ്ടോ? അത് മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങേണ്ടതല്ല. നമ്മുടെ പ്രവൃത്തി കണ്ട് അവർക്കത് തരാൻ തോന്നണം. എന്റെ പ്രവൃത്തികൾ നിങ്ങൾ എന്നോട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാവില്ലേ എന്തുവമ്മേ? മനസ്സിലാവുന്നില്ല. എന്റെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്ന? എന്ത് കുറവുണ്ടായിട്ടാ? സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടോ? അതോ കൊട്ടാരം വീട്ടിലെ മരുമോളാകാനുള്ള യോഗ്യത ഇല്ലാഞ്ഞിട്ടോ? ഇനി അതും അല്ലെങ്കിൽ 5 പൈസ പോലും കൊണ്ടുവരാതെ ഫ്രീ ആയിട്ട് കയറി വന്നതാണോ? അല്ലല്ലോ.
ഇവിടെയുള്ള എല്ലാരേക്കാളും മെച്ചപ്പെട്ടവള് തന്നെ. ദേ നിൽക്കുന്നു നിങ്ങളുടെ ഇളയ മരുമോള്. 5 പൈസ ഇവര് സ്ത്രീധനം തന്നോ, അതോ എന്റെ വീടിനേക്കാളും ഭയങ്കര കുടുംബ മഹിമയാണോ? പോരാത്തതിനൊരു അനാഥ. അനാഥ. ഇതൊന്നുമില്ലാത്തൊരു അനാഥ കുട്ടിയെ ഇവിടുത്തെ മരുമകളാക്കാൻ കഴിയില്ല. കുലവും ഗോത്രവും ഒന്നും അറിയാത്ത ഒരു അനാഥയെ കൂടെ കൂട്ടാൻ നിങ്ങൾക്ക് പ്രശ്നമില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ളവരെ അടുപ്പിക്കാറില്ല. ഇവളെ കുറിച്ച് പുറത്തു പറയാൻ കൊള്ളൂ. ഊർമിളെ, ഈ അനാഥയ്ക്ക് കൊടുക്കുന്ന വില പോലും എനിക്കിവിടെ ആരും തരുന്നില്ലല്ലോ. ചേച്ചി, അനാഥ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ആവണമെന്നില്ല. ഞാൻ ഒരിക്കലും ഒരു അനാഥയായിരുന്നില്ല. എനിക്കൊരു അച്ഛനും അമ്മയും കുടുംബമുണ്ട്. ആ, അവരാണോ നിനക്ക് ജന്മം തന്നത്? ഊർമിളെ, നിർത്ത്. ആവശ്യമില്ലാത്ത സംസാരം ഇവിടെ വേണ്ട. ഏത് വഴിവക്കിലുണ്ടായെന്നോ ആർക്കുണ്ടായെന്നോ പോലും അറിയില്ല. അതോ പോട്ടെ, വളർത്തി വലുതാക്കിയവനെങ്കിലും 5 പൈസയുടെ വിലയുണ്ടായിരുന്നെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു ദരിദ്രവാസി. ചേച്ചി, ഇതോടെ നിർത്തുന്നതാ നല്ലത്. എന്റെ അച്ഛനെ കുറിച്ച് നീ ഒരക്ഷരം മിണ്ടരുത്. വൈദേഹി, നീ മിണ്ടാതെ. ഊർമിളെ, നീ അത് കയറിപ്പോ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റെന്തോമ്മേ? അവളുടെ അച്ഛൻ ദരിദ്രവാസിയാണെന്നുള്ളത് സത്യമല്ലേ? ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരായിരിക്കും. ആ ദാരിദ്ര്യത്തിലും എന്നെ രാജകുമാരിയായിട്ടാ വളർത്തിയെ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എന്റെ അച്ഛൻ രാജാവാ. അതിരിക്കട്ടെ, എന്റെ അച്ഛനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിന്റെ അച്ഛന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. അയാൾ എന്താ വലിയ രാജാവാ? എന്റെ അച്ഛനെ പറയുന്നോടി നിന്നെ ഞാൻ.